ജനങ്ങളുടെ മുഖം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് നിന്ന് UDFന് വീണ്ടും അധികാരത്തിലുള്ള പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അധികാരമില്ലാത്ത പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തും. തദ്ദേശപ്പോരിന്റെ എല്ലാ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് വരെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മഞ്ഞളാംകുഴി അലി MLA ഉണ്ട്. മങ്കട മണ്ഡലത്തിലെ സാധ്യതകളൊക്കെ നേരത്തെ അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം പൂർണ്ണമായിട്ടും UDFന് അനുകൂലമാണെന്ന് പറഞ്ഞു. UDFന് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുകൂടാതെ ഗ്രാമപഞ്ചായത്ത് തലത്തില് മേൽക്കൈയും ഉണ്ടാവുന്ന ഉറച്ച പ്രതീക്ഷയുണ്ട്. ഇല്ല, ഒരു സംശയമില്ല. നമ്മളെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും പിന്നെ ഇതേ രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. മങ്കട മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ജനങ്ങളുടെ മുഖം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. എല്ലാവരും ഒരുമിച്ച് നിന്ന് UDFന് വീണ്ടും അധികാരത്തിലുള്ള പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ അധികാരമില്ലാത്ത പഞ്ചായത്തുകളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തും. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ 6 പഞ്ചായത്തുകളിൽ നടത്തിയിട്ടുള്ളത്. ഒരു പഞ്ചായത്ത് നമുക്ക് പിന്നെ കയ്യിലില്ല. അത് നമുക്ക് ലഭിക്കാൻ ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ UDF ഒറ്റക്കെട്ടായി തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. അതായത് താങ്കളുടെ ശ്രമം ഞങ്ങൾ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം രാത്രിയും വിളിച്ചാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിലായിരുന്നു. അപ്പൊ ടീം UDF VD സതീശൻ പറഞ്ഞ പോലെ ടീം UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നു. ടീം UDF ഒരു സംശയമല്ല. ഇത് ഇത്രയും അധികം ഒരുമിച്ച് ഇതേപോലുള്ള ഒരു ഇലക്ഷൻ ഞങ്ങൾ മുൻകാലങ്ങളിലും നേരിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കധികം ഒരുമയോട് കൂടിയിട്ടാണ് എല്ലാ രീതിയിലും വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടുള്ളത്. അപ്പോ വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പിന്നെ ഒരു ടീം വർക്കാണ്, ഒരാളെ വർക്ക് മാത്രമല്ല, എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ അങ്ങനെ ആ വർക്കിന്റെ അവസാനം, ജോലിയുടെ അവസാനം വിജയം ഉറപ്പാണ്. ഒരു സംശയമില്ലല്ലോ. ഞങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയും മറ്റുള്ള അങ്ങനത്തെ കാര്യങ്ങൾ കുറേ എണ്ണുണ്ടല്ലോ, അതെല്ലാം വല്ലാത്ത രീതിയിൽ ജനങ്ങൾ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഭരണം ഇത് ഒരിക്കലും ജനങ്ങൾ തൃപ്തരല്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടയാളമായിട്ടായിരിക്കും ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക എന്നുള്ളതാണ്. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഫലം വരും. ഞാൻ നേരത്തെ LDFിൽ പല ആളുകളും പറഞ്ഞത് UDFുകാർ കുറെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. 13-ാം തീയതി അവരുടെ സ്വപ്നമൊക്കെ ദിവാസ്വപ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾ. അപ്പൊ ഈ ആഘോഷിക്കാനായിട്ട് UDFുകാർ എന്താ ഡോലക്കോ പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവരെന്ത് ചെയ്യും? ചെറിയ തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആഘോഷിക്കാൻ പ്രവർത്തകരും നിങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു? അല്ല, നമ്മളൊരു കാര്യം പറയുന്നുണ്ട്, 100% ജനങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ അവർക്ക് വേറൊരു വഴിയില്ലല്ലോ. അത്രയും മോശമായിട്ടുള്ളൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എപ്പം പെട്ടിയിലായി ഏകദേശം. ഇനി അതിനെ പറ്റി ഒന്നും കൂടുതൽ പറയുന്നത്. ഞങ്ങൾ വിജയിക്കല്ല, ആത്മവിശ്വാസമുണ്ട്. 100% ആത്മവിശ്വാസമുണ്ട്, വിജയ പ്രതീക്ഷയുണ്ട്. ഈ ബ്ലോക്ക് പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും ആത്മവിശ്വാസമാണ്. മഞ്ഞളാംകുഴി അലി MLA കേരളത്തിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം വേണാട് ചാനൽ പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.